മറ്റാരുണ്ട് LDF അല്ലാതെ? ശ്രീ എം പ്രകാശൻ, തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ 5 ദിവസമേ ഉള്ളൂ. 5-ാം ദിവസം വിധിയെഴുത്താണ്. എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസം? അവസാന ദിവസത്തെ പ്രതികരണങ്ങൾ എന്താണെന്ന് നോക്കുമ്പോൾ അത് SDPയിലും ജമാഅത്തിലും കറങ്ങി തിരികെയാണല്ലോ. CPM-ന്റെ ആരോപണം അതിലാണ്. ഇപ്പോൾ പേരാമ്പ്രയുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ആരോപണവും അത് അവിടെ ഉയർന്ന അനൗൺസ്മെന്റ് അത് തെറ്റല്ല എന്ന രൂപത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ അവസാന പ്രതികരണം വരുന്നു. അപ്പോൾ എന്താണ് പേരാമ്പ്രയിൽ നിങ്ങളുടെ യഥാർത്ഥ നിലപാട് എന്നുകൂടി അറിയേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമാകുമ്പോഴേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇപ്പോൾ കേരളത്തിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളടക്കം എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇതിനകം തന്നെ പ്രീ പോളിൻ്റെ നിരവധി എപ്പിസോഡുകളിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെട്ടത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. അത് 10 കൊല്ലക്കാലം ഒരു സംസ്ഥാനം ഭരിച്ച ഒരു ഗവൺമെൻറ്റിന് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഗവൺമെൻറ് എത്രമാത്രം കരുതലോടെ ജനങ്ങളെ സംരക്ഷിക്കാൻ മുന്നോട്ടേക്ക് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ ഈ ആൻറ്റി ഇൻക്യുമൻസി പിന്നെ സ്വാധീനമാണല്ലോ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പുതിയ പുതിയ ഗവൺമെൻറ്റുകൾ വരുന്നതിന് അടിസ്ഥാനമായിട്ട് നമ്മുടെ നിരീക്ഷകന്മാരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയൊരു സംഗതി കേരളത്തിലില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2021 LDFൻ്റെ ഒരു 2ാം ഗവൺമെൻറ് ആദ്യമായിട്ട് കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. ഈ 10 വർഷക്കാലമുള്ള കേരളത്തിലെ ഗവൺമെൻറ് വളരെ വ്യക്തമായ നിലക്കുള്ള ഒരു വികസന കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെച്ച് അതിൻ്റെ അടിത്തറ ഇതിനകം തന്നെ രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ അടിത്തറയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ച് തികഞ്ഞ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടെ എന്താണ് വരുന്ന 5 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് LDFൻ്റെ ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത് എന്ന് അതിന് പ്രകടന പത്രികയിലൂടെ കൃത്യമായ നിലക്ക് തന്നെ LDFും അതുപോലെ കേരള മുഖ്യമന്ത്രിയും എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ വർദ്ധിതമായ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ LDFനെ നോക്കി കാണുന്നത് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ള പ്രഖ്യാപനം, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് 50% സ്ത്രീകളുടെ ജോലിയിലുള്ള ഉള്ളടക്കം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം, കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും എന്നുള്ള കാര്യം, 50% സ്ത്രീകൾക്ക് ജോലി നൽകും എന്നുള്ള പ്രഖ്യാപനം, ഇങ്ങനെ കേരളത്തിൻ്റെ ജനജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF ആവിഷ്കരിച്ചിരിക്കുന്ന ഈ പുതിയ കാഴ്ചപ്പാട് അതിനോട് വലിയ നിലക്കുള്ള പിന്തുണയാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് ഒരു കാരണവശാലും ജയിക്കാനാവില്ല എന്നുള്ള വിരളിവുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയും BJP അത്രമാത്രം ഒരു വലിയ ആശയോടെയാണെന്ന് പറയാൻ കഴിയില്ല, എന്നാൽ BJPയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല പഴകി തുരുമ്പിച്ച പഴയ സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അതേ ആരോപണങ്ങൾ അത് തന്നെ അവർക്ക് ആവർത്തിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പുതിയ ഒരു കാര്യം അവർക്ക് പറയാനില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എങ്കിൽ ശ്രീ എം പ്രകാശൻ, ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എങ്കിൽ നിങ്ങൾ ഇതുവരെ വേണ്ടെന്ന് വച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ അകറ്റി നിർത്തിയിരുന്ന SDPI വോട്ട് പോരട്ടെ എന്ന നിലപാടെടുക്കുന്നതിന് പിന്നിൽ എന്താണ്? നിങ്ങൾ SDPIയെ ഒരു തീവ്ര വർഗീയ സംവിധാനമായിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത്. അത്തരം പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ നിങ്ങളും UDFും തമ്മിലുള്ള വ്യത്യാസം, കാരണം അവിടെ ജമാഅത്തെ ഇസ്ലാമിയാണ് പകരം ചോദിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി വോട്ട് ഞങ്ങൾ വാങ്ങും എന്ന് UDF പറഞ്ഞിട്ടുണ്ട്. SDPI വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാകട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നേരത്തെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നില്ല. SDPI വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രത്തോളം ആത്മവിശ്വാസവും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നൊരു നിലപാടുമുള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾ വേണ്ടെന്ന് വെച്ച ആ വോട്ട് ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് ചിന്തിക്കുന്നത്? ഇതിൽ കാര്യങ്ങളെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാനാവുക എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. വർഗീയതയുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാട് അത് സുവ്യക്തമാണ്. ഒരു വർഗീയ പാർട്ടിയുമായിട്ടോ വർഗീയ കക്ഷിയുമായിട്ടോ ബന്ധമോ കൂട്ടുകെട്ടോ ധാരണയോ ഞങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള നിലപാട് അത് LDFൻ്റെ പ്രഖ്യാപിതമായ നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് തരിമ്പും മാറ്റം വരുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കാണാൻ പഠിക്കുന്ന കാര്യം എന്താ? നേരത്തെ ഒരു തെരഞ്ഞെടുപ്പുകളിലും തങ്ങൾ നേരിട്ട് ഒന്നിച്ച് വോട്ട് ചോദിച്ചിട്ടില്ലാത്ത ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ പാർട്ടികളുമായിട്ട് ഒത്തുചേർന്ന് വോട്ട് ചോദിക്കുന്നതിനും ജമാഅത്തെ ഇസ്ലാമി തന്നെ അതിൻ്റെ നിലപാടെല്ലാം മാറ്റിയിരിക്കുന്നു, അവർ ഒരു വർഗീയ പാർട്ടി അല്ലാതായിരിക്കുന്നു എന്നെല്ലാം ഉള്ള വ്യാഖ്യാനം നടത്താൻ എത്ര വലിയ ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്.
ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾ ആരെയും സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഞങ്ങളുടെ മുന്നണിക്കകത്ത് ഈ പറയുന്ന ഒരു പാർട്ടികളെയും ചേർക്കുന്ന പ്രശ്നമില്ല, അവരുമായി കൂട്ടുകെട്ടില്ല, അവരുമായി ധാരണയില്ല. അത് സുവ്യക്തമാണ്. പിന്നെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും മത്സരിക്കുന്ന പാർട്ടികൾ എല്ലാവരോടും വോട്ട് ചോദിക്കും. ഇപ്പോൾ BJPയുടെ ഒരാൾ വോട്ട് ചെയ്യണം LDF എന്ന് ആഗ്രഹിക്കുന്നു, അയാൾ വോട്ട് വേണ്ട എന്ന് പറയേണ്ട കാര്യം എന്താ? ഞങ്ങളുടെ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ വർഗീയതയോട് ഞങ്ങൾ കാണിക്കുന്ന നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ വർഗീയതയെ കൂടി ചേർത്ത് തരാതരം പോലെ വർഗീയത മാറിക്കളിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ആരാ? അത് കേരളത്തിലെ UDF ആണ്. എന്തുകൊണ്ടാണ് UDF ഭരിക്കുന്ന കാലത്തെല്ലാം തന്നെ വർഗീയ കലാപങ്ങൾ കേരളത്തിൽ അരങ്ങേറുന്നത്? മറ്റൊന്നുകൊണ്ടല്ല, അവർ നടുവിൽ പിടിച്ച് രണ്ട് വർഗീയതയും കത്തിക്കുന്നതുകൊണ്ടാണ്. കാരണം വർഗീയത ഉപയോഗിച്ചുകൊണ്ട് വോട്ട് നേടാൻ എങ്ങനെയാണ് സാധിക്കുക? അധികാര കസേരയ്ക്ക് വേണ്ടി വർഗീയതയുമായിട്ട് എങ്ങനെ വിട്ടുവീഴ്ച? ഇതാണ് അവർ എല്ലാ കാലത്തും ആലോചിക്കുന്നത്. അവർക്ക് ന്യൂനപക്ഷ വർഗീയതയെ സംബന്ധിച്ച് അത് ഉയർന്നു വരുമ്പോൾ അതിനെ പക്ഷം പിടിക്കാൻ അവർക്ക് മടിയില്ല. ഭൂരിപക്ഷ നിങ്ങൾ പറഞ്ഞതിൽ വ്യത്യാസം ചൂണ്ടിക്കാണിച്ചോട്ടെ ശ്രീ M പ്രകാശൻ. 2024 നവംബർ 25 മുഖ്യമന്ത്രി പിണറായി വിജയൻ 2024 നവംബർ 25 പറഞ്ഞ വാചകം SDPI വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം CPIM-നുണ്ട് എന്ന്. അത് കണ്ണൂരിലാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലാണ് പറഞ്ഞത്. വേണ്ട എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ 2024 കാണിക്കുന്നു. ഇന്ന് നിങ്ങൾ വേണ്ട എന്ന് പറയാനുള്ള ആർജവം കാണിക്കുന്നില്ല, മറിച്ച് എന്തിനു വേണ്ടെന്ന് പറയണം എന്നാണ് 2026 ഏപ്രിൽ 2 ഞാനത് ആ തീയതി എഴുതി വെച്ചിരിക്കുകയാണ്, MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. വേണ്ടെന്ന് എന്തിനു പറയണം? അപ്പോൾ രണ്ട് നിലപാടല്ലേ ശ്രീ M പ്രകാശൻ? അങ്ങനെയല്ല എങ്കിൽ അങ്ങേക്ക് അത് വിശദീകരിക്കാം. അല്ല, ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒടുവിലത്തെ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് മലയാളിക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ എങ്ങനെയാണ് ന്യൂനപക്ഷ കേന്ദ്രീകരണം ഉണ്ടാക്കാനാവുക എന്നുള്ള വലിയ ശ്രമത്തിലാണ് ലീഗിൻ്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ന് നിൽക്കുന്നത്. അത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ എവിടെയാണ് എത്തിക്കുക എന്നുള്ളത് ഞാൻ പറയേണ്ട ഒരു കാര്യമുണ്ടോ? ഇന്ത്യ രാജ്യത്താകെ തന്നെ പല സംസ്ഥാനങ്ങളിലും അരങ്ങേറുന്ന രണ്ട് മതങ്ങളെ രണ്ട് തട്ടുകളാക്കിയിട്ട് തിരിച്ചുകൊണ്ടുള്ള ഒരു നിലയിലേക്ക് ഈ കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് UDFൻ്റെ ഈ ശ്രമം വിജയിച്ചാൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വർഗീയതയോടുള്ള നിലപാട് തികച്ചും കൃത്യമായ നിലക്ക് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ആ നിലപാടിൽ ഒന്നിലും മാറ്റം വരുത്തിയിട്ടില്ല. SDPയുടെ പിന്തുണ സ്വീകരിക്കാം എന്ന സമീപനത്തിലേക്ക് നിങ്ങൾ എത്തുകയാണോ? അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ്. നിങ്ങൾക്ക് നേരെ പറയാമല്ലോ. 2024 പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഒരു വാചകം അങ്ങിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ ആ ചോദ്യം അവിടെ അവസാനിക്കുകയല്ലേ? SDPയുടെ വോട്ട് വേണ്ട അങ്ങ് ആരുടെയെങ്കിലും വോട്ട് വേണോ വേണ്ടേ അത് നിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ലല്ലോ. ഞങ്ങൾ മത്സരിക്കുന്നത് LDF ആയിട്ടാണ്. LDFന്റെ വർഗീയതയുമായി ബന്ധപ്പെട്ട നിലപാട് വെക്കാൻ ഇപ്പോ RSSന്റെ ഒരു നേതാവ് പറയും. ഞാൻ പറയട്ടെ RSSന്റെ നേതാവ് പറയുന്നു ഞങ്ങള് LDFന്റെ നയം കണ്ടുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യുന്നു. അപ്പൊ വേണ്ടെന്ന് പറയേണ്ട കാര്യം എന്താ? വോട്ടിന് വേണ്ടിയല്ലേ രണ്ട് മുന്നണി മത്സരിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഞങ്ങൾ വർഗീയതക്കെതിരാണ്. എപ്പോ വേണ്ട 2024 ആർജവം 2024 വോട്ട് വേണ്ട 2024 വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെ പറയുന്നത്? പറഞ്ഞതുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഡേറ്റ് അടക്കം പറഞ്ഞു. പ്രസംഗങ്ങൾ ഇപ്പൊ പറഞ്ഞേ പറയാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. പറയാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. ഇന്നുണ്ട് ആർജവം. പറയൂ കേക്കട്ടെ. വേണ്ടെന്ന് പറയുന്നത് അത് വോട്ട് താല്പര്യമാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് മുസ്ലിമിന്റെ വോട്ടേ LDFന് വേണ്ട, നിങ്ങൾക്ക് മുസ്ലിമിന്റെ വോട്ടേ LDFന് വേണ്ട എന്ന് പറഞ്ഞു കിട്ടിയാൽ ഏറ്റവും സന്തോഷം. ഞങ്ങൾക്കറിയാം പ്രതികരണം നടത്തുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു വാചകമേ പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങളല്ലല്ലോ. ഞാൻ രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾ മാധ്യമ രംഗത്ത് മാത്രമുള്ള ഒരാളാണ്. ഞാൻ രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ട് ഇന്ന് ഈ സമയത്തും സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. എനിക്കറിയാം ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന്. ഗ്രൗണ്ട് റിയാലിറ്റി ഞാൻ ചോദിച്ചോട്ടെ, മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ഒറ്റയടിക്ക് UDFിലേക്ക് പോകുന്നു എന്ന ആശങ്ക CPM-നുണ്ട്. അതുകൊണ്ട് SDPയുടെ വോട്ട് കിട്ടട്ടെ, അതായത് അങ്ങനെ മുഴുവൻ പോകണ്ട, അതിലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കാം എന്ന് നിങ്ങൾ ആലോചിക്കുന്നു എന്നതാണോ അതിന്റെ യാഥാർത്ഥ്യം? നിങ്ങൾക്ക് ദുർവ്യാഖ്യാനം ചെയ്യാൻ ചോദ്യമല്ലേ പ്രകാശൻ? അല്ലെങ്കിൽ അത് അല്ലാന്ന് പറഞ്ഞാൽ ചോദ്യമല്ലേ? അത് നിങ്ങൾക്ക്
എന്താണ് ചോദ്യം? നിങ്ങളെ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ നിങ്ങൾ കുട്ടിയൊന്നല്ലല്ലോ ഞാൻ. നിങ്ങള് മാഷും ഞാൻ കുട്ടിയൊന്നല്ലല്ലോ. ശരി, നിങ്ങളെ ഓരോ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നത് അങ്ങനെ നിലപാടാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് നിലപാടാണ്. ഞാൻ അധ്യാപകനാണ്, എനിക്കറിയാലോ. ഞാൻ കൃത്യമായ നിലക്കാ നിലപാട് പറഞ്ഞിരിക്കുന്നേ. ഇവിടെ നിങ്ങളുടെ ആവശ്യം കൃത്യമായിട്ട് എനിക്കറിയാം. അതെന്താണ്? ആരുടെയെങ്കിലും ഒക്കെ വോട്ട് വേണ്ട എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. LDF വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരോടും വോട്ട് ചോദിക്കും. അതാണ് ഓരോ കാലത്ത് ഓരോ നിലപാട് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.